നബിയുടെ കാലത്തില്ല എന്നതുകൊണ്ട് ഒരു കാര്യം ബിദഅത്താന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉദാഹരണം മങ്കൂസ് മൗലിദ്. അപ്പോൾ ഷർറൽ ഉമൂറ മുഹ്ദസാത്തോ വകുല്ല മുഹ്ദസത്തിൻ ബിദഅ. ഈ വിഷയാധാരകന് നിങ്ങൾ പിന്നെ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ വചനം മോദി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. അല്ല, അതിൻ്റെ അർത്ഥം പറയും. എന്നതിന് നബിയുടെ കാലത്തുണ്ടാകാത്ത കാര്യം എന്നാണെങ്കിൽ ആ പറഞ്ഞ ഹദീസിനെ നമ്മൾ ഒന്നും കൂടി വ്യാഖ്യാനിക്കണം. വേറെ ചില ഹദീസ് അവിടെ പറഞ്ഞ കുല്ലും എന്ന് പറയുന്നത് എന്താണ്? കുല്ല് തന്നെ അല്ല, 3 കുല്ലും എന്ന് പറയുന്നുണ്ട്. ആ 3 കുല്ലിന്റെ അർത്ഥം കുല്ല മുഹദ്ദസത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പുതുതായി ഉണ്ടായതും ബിദ്അത്തുൻ പുത്തനാചാരമാകും. വകുല്ലു ബിദ്അത്തിൻ എല്ലാ പുത്തനാചാരങ്ങളും വലാല വഴികേടാകുന്നു. വകുല്ലു വലാലത്തിൻ എല്ലാ വലാലത്തുകളും ഫിന്നാർ നരകത്തിലാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞത്. വലാലത്ത് ബിദ്അത്ത് മുഹദ്ദസത്ത് എന്നതിന് വിശദമായ അർത്ഥം പഠിച്ചാൽ നിരൂപിച്ച് മനസ്സിലാക്കണം. ഒരു ഹദീസ് മാത്രമല്ല ഉള്ളത്. ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ നിങ്ങൾ ലേശം സമ്മതിക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസിനെ ചില ഹദീസുകളിലുണ്ട് ഒമിനൽ ബിദ്അത്തു വലാലത്തിൻ ലാ യർവാഹു അല്ലാഹു വറസൂലുഹു. അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത വലാലത്തിന്റെ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. ബൈഹഖിയും ഇബ്നു മാജയും നിവേദനം ചെയ്ത ഒരു ഹദീസിലുണ്ട്. അപ്പൊ വലാലത്തിന്റെ ബിദ്അത്തല്ലാത്ത നല്ല ബിദ്അത്തുകളാണെങ്കിൽ ആ ബിദ്അത്തുകൾ വഴികേടിലല്ല എന്ന് ഈ ഹദീസ് കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാം. അതേപോലെ തന്നെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ എന്നിങ്ങനെ 2 പറഞ്ഞപ്പോൾ നബിയുടെ കാലത്തില്ലാത്ത കർമ്മങ്ങളും നബിയുടെ കാലത്തില്ലാത്ത പ്രവർത്തനങ്ങളും തന്നെ ചീത്തയും നന്മയും ഉണ്ടാകാം എന്ന് ഈ ഹദീസിൽ തന്നെ വ്യക്തമായതുകൊണ്ട് എല്ലാ ബിദ്അത്തും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ശറഇന്റെ നിയമത്തിനെതിരായ എല്ലാ ബിദ്അത്തുകളും എന്നാവുന്നു ആ വാക്യത്തിന്റെ അർത്ഥമെന്ന് ഇമാം ഷാഫിഈ മുതൽക്കുള്ള എല്ലാ മുഹദ്ദിസീങ്ങളും ഫുഖഹാവും വിവരിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? ഒറ്റ ഹദീസ് മാത്രമല്ല, അനേകം ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂല് പുതിയ കാര്യങ്ങൾ എല്ലാം വലാലത്തല്ല എന്ന് വെളിവാക്കിയത് കൊണ്ട് വ്യക്തമായി ഞാൻ പറയുന്നു, ബിദ്അത്തിന്റെ കൂട്ടത്തിൽ തന്നെ ബിദ്അത്തു വലാലത്തിന്റെ ബിദ്അത്തുണ്ട് എന്ന് പറയുമ്പോൾ വലാലത്തിന്റെ ബിദ്അത്ത് അല്ലാത്തതുണ്ട് എന്ന് മനസ്സിലാവൂലേ? അല്ല, പിന്നെ കുല്ലും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ പറയുന്ന കുട്ടി? കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശറഇനെതിരായ എല്ലാ ബിദ്അത്തും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം ഷാഫിഈ മുതൽക്കുള്ളവരെല്ലാം ഈ ഹദീസിനെ പഠിപ്പിച്ചു. കുല്ലു ശറഇനെതിരായ വിദ്യാർത്ഥി എന്ന് പറയും. അപ്പൊ ഈ നബിദിനെ ആഘോഷിക്കുന്നത് നബി എതിർത്തിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ഒരു ഹദീസ് കാണുന്നിങ്ങനെ, പിന്നെ മറിയമിന്റെ പുത്രൻ ഈസ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തിയ പോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മറിയമിന്റെ പുത്രൻ ക്രിസ്ത്യാനികൾ കൊല്ലത്തിലൊരു ദിവസം ഡിസംബർ 25 മാത്രം പുകഴ്ത്തുന്നു. ഇത് ഒരു കൊല്ലം, പിന്നെ ഒരു മാസം റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ, അല്ലെ പിന്നെ റബീഉൽ ആഖിറിലേക്കും നീണ്ടു പോകുന്നു. അപ്പൊ അതിനേക്കാൾ വലിയതല്ല ഇത്? അതാണ് ചോദിക്കും. നിങ്ങൾ പറഞ്ഞ ഹദീസിന് നിങ്ങളാ പറഞ്ഞ അർത്ഥമൊന്നുമില്ല. പിന്നെ പറയാം. അല്ല, എന്നാ പിന്നെ പറയാം. മറിയമിന്റെ പുത്രനെ ദൈവമാക്കിയിട്ട് ഉള്ള നിലവാരത്തിൽ നിന്ന് ദൈവിക നിലവാരത്തിലേക്ക് ക്രിസ്ത്യാനികൾ ഉയർത്തിയതുപോലെ നിങ്ങൾ രംഗം വിട്ട് നിയമം വിട്ട് പുകഴ്ത്തരുത് എന്നാണ്. അല്ല, ഇത് ദൈവം ആക്കില്ല എന്ന് പറയുന്നത്. ദൈവം ആക്കിയതുപോലെ തന്നെയല്ലേ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ദൈവം ആക്കിയതിന് തുല്യമല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? ദൈവമാക്കിയതിന് തുല്യമല്ല. ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് വിശേഷിപ്പിക്കുകയോ കൊടുക്കണം, മനസ്സിൽ കൊടുക്കണം. ദൈവം എന്ന് ആക്കുക എന്നതിന്റെ അർത്ഥം എന്താ? ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ ഇലാഹ്, പ്രാർത്ഥനക്കർഹൻ. അള്ളാഹുവല്ലേ പ്രാർത്ഥനക്കർഹനായിട്ടുള്ളൂ? അല്ല, ഇലാഹ് എന്നതിന് പ്രാർത്ഥനക്കർഹൻ ആരാണ്? അല്ല, ആരാധനക്കർഹൻ. ആരാധന എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന എന്നല്ല. പിന്നെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥനക്ക് വേറെ കൂട്ടണേ? ആരാധന അർത്ഥമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വേറെ പദം കൂട്ടി ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ആരാധന എന്നാ പ്രാർത്ഥന എന്നല്ല. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നമുക്കിവിടെ ഒരുപാട് നേർക്കുനേര് നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നിട്ടാണ് വിശദീകരിക്കാത്തത്. അതിനാണ് വിശദീകരിച്ചത്, ലേശം മനസ്സിലാക്കി. പ്രാർത്ഥന ഹുവ പ്രാർത്ഥനയാകുന്നു, അൽ ഇബാദത്തു ആരാധനകളൊക്കെ പ്രാർത്ഥനയാകുന്നു എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം.
അങ്ങനെയല്ല ഹദീസിനർത്ഥം. അപ്പൊ ആരാധനകളൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്നല്ലാതെ പ്രാർത്ഥന ആരാധനയാകുന്നു എന്ന് നിർവചനം പറയൽ വഹാബിസം മെനഞ്ഞുണ്ടാക്കിയ കരുമുണയാണ്. ഭാഷ അതിന് സഹായിക്കൂല, ശറഅ അതിന് സഹായിക്കൂല, തെളിവുകളൊന്നും സഹായിക്കാത്ത പെരുമുണ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോരാ, നിങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ദുആ അതുപോലെ ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥത്തിൽ ഒരു സംവാദമോ തർക്കമോ ലേശം ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ശരിയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും. നിങ്ങൾ സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന് വെളിവാക്കി തരാനല്ലേ പറ്റുള്ളൂ. വെളിവാക്കി തരുമ്പോൾ പറയാം, ലാ തുത്തുറൂനി, നിങ്ങൾ എന്നെ അമിതമായിട്ട് പുകഴ്ത്തരുത്. അമിതം എന്നാൽ എനിക്കില്ലാത്ത സ്ഥാനം നൽകി പുകഴ്ത്തരുത്. യഹൂദികളും നസാറാക്കളും അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ ഇലാഹെന്നും ആരാധ്യനെന്നും വാഴ്ത്തിയതുപോലെ നസാറാക്കൾ ദൈവം എന്ന് വിളിക്കൂലേ? യേശുക്രിസ്തുവിനെ വിളിക്കൂലേ? നസാറാക്കൾ ദൈവം എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ദൈവപുത്രൻ, അതെ, അവിടെ ദൈവപുത്രൻ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നില്ല എന്നുള്ളൂ. ദൈവത്തിന് കൊടുക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്. അല്ല, പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥനയല്ലേ? അല്ല, ഇങ്ങനെയാണ് മറുപടി എങ്കിൽ കഴിഞ്ഞ്. ഞാൻ വിചാരിച്ച പോലത്തെ മറുപടി കിട്ടുന്നില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ ഞാൻ ഒരു ഇതുണ്ടാവില്ല, നിങ്ങൾ അതിൻ്റെ മറുപടി അല്ല പറയുന്നത്, എന്നെ എതിരിടാനുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ നാട്ടിൽ കുട്ടികളോട് സംസാരിക്കേണ്ടത്, അതുപോലെ കുട്ടികൾ സംസാരിക്കുമ്പോഴേ സംസാരിക്കുന്നത്. ഞാൻ നിർത്തിയാണ്. അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് പറ്റില്ല. അത് പറ്റില്ല. അയാൾ ശരിക്കും മനസ്സിലാക്കി. അത് ശരിക്കും നിങ്ങളുടെ സംശയം സാധാരണ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. പോകാൻ പറ്റില്ല. വേണ്ട, നിങ്ങളുടെ സംശയം പറഞ്ഞല്ലോ. നിങ്ങളുടെ സംശയം ഇവിടെ നിർത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് പിന്നെ പറയാം. അദ്ദേഹത്തിന്റെ സംശയം തീർക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവർ അപേക്ഷിക്കുമ്പോഴേ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സങ്കടം പറയുന്നതോ വിഷമം പറയുന്നതോ അള്ളാഹു അല്ലാത്തവരോടാണെങ്കിൽ അതിന് കേവലം അപേക്ഷ എന്നാ പറയുക. കേവലം അപേക്ഷ എന്നറിയുന്ന അർത്ഥത്തിലും പ്രാർത്ഥന എന്ന് ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥന എന്ന വാക്യം ഇബാദത്ത് എന്നതിൻ്റെ ശരി നിർവചനമായിട്ടോ പര്യായ പദമായിട്ടോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നബി തങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല. പര്യായ പദം എന്ന വണ്ണം ഈ ഹദീസിനെ അധികരിച്ചുകൊണ്ടും അതിനെ പര്യായ പദം വിവരിക്കുകയാണെന്ന് ജൽപ്പിച്ചുകൊണ്ടും വഹാബി വിഭാഗം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നിങ്ങളെപ്പോലുള്ള 10,000-കണക്കിന് ആളുകളെ പേടിപ്പിച്ചത്. അതുകൊണ്ട് ഈ വാക്യത്തിന്റെ ശരി അർത്ഥം നിയമപ്രകാരം താങ്കളൊന്ന് കേൾക്കുക. അദ്ദുആഉ, പ്രാർത്ഥന, ഹുവ, അത് മാത്രമാണ്, അൽ ഇബാദത്തു, ആരാധനകളും ഇബാദത്തുകളുമെല്ലാം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പൊ കൂട്ടി വായിച്ചാൽ ഇബാദത്തുകളെല്ലാം പ്രാർത്ഥന മാത്രമാകുന്നു എന്നർത്ഥം കൽപ്പിക്കാനാണ് ഹുവ എന്ന ഒരു വാക്യം അവിടെ കൊടുക്കുന്നത്. ഹുവ എന്ന വാക്യം നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. ശേഷം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കാം. അപ്പൊ അദ്ദുആഉ, പ്രാർത്ഥന, ഹുവ, അത് മാത്രമാകുന്നു അൽ ഇബാദത്തു, ഇബാദത്തുകളെല്ലാം. അപ്പൊ നമ്മൾ നടത്തുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാകുന്നു. അതുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ അവസരം നഷ്ടപ്പെട്ടാൽ ഖേദിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട. ചോദിക്കുന്നവർക്കും യാചിക്കുന്നവർക്കും നൽകിയതിനപ്പുറം ഇബാദത്തിൽ മുഴുകിയിട്ട് എന്നോട് ചോദിക്കാൻ അവസരം കിട്ടാത്തവന് ഞാൻ കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ വാചകം ഉദ്ധരിച്ച അതേ ആശയത്തിലാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ്. എന്നല്ലാതെ പ്രാർത്ഥന എന്നാൽ ഇബാദത്താകുന്നു എന്ന് നിർവചനം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് പ്രാർത്ഥന മുഴുവൻ ഇബാദത്താണ് എന്നും പറയാൻ പാടില്ല.
ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാകുന്നു എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. നിങ്ങൾ പ്രാർത്ഥനയെയും ഇബാദത്തിനെയും വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണ തീർക്കണമെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് ഇങ്ങനെ മറുപടി പറയണം. നിങ്ങൾക്ക് വേഗം തീരും. അതിന് തയ്യാറാണോ? അതിന് തയ്യാറാണെങ്കിൽ ഒന്ന് പിടിക്കും. വേണ്ട, നിങ്ങൾക്ക് വിഷയം ഇതുകൊണ്ട് ബോധ്യപ്പെട്ടു. ഇതുകൊണ്ട് നിങ്ങൾക്ക് വിഷയം ബോധ്യപ്പെട്ടു. അതെ, നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെട്ടു. ആ മതി, നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെട്ടു. അല്ല, അല്ലാതെ എനിക്ക് എന്റെ ഇതുണ്ടാവില്ല, ഒരു വിശ്വാസം ഉണ്ടാവില്ല. ആ വിശ്വാസപ്രകാരം എനിക്ക് ബോധ്യമായിട്ടില്ല. അത് വേണ്ട, അതവിടെ വെച്ചോളൂ. നിങ്ങളെ വിശ്വാസം കൊണ്ടുള്ള വിഷയം ബോധ്യപ്പെട്ടു. ഇനി ആരാ ചോദിച്ചു? അപ്പോൾ ഒരറിയിപ്പ്, നമ്മളുടെ ഈ നേർക്കുന്നൊരു പരിപാടി 3 മണിക്ക് പിരിച്ചുവിടുന്നതാണ്. അതുവരെ ചോദ്യകർത്താക്കൾക്ക് ചോദ്യവുമായി സഹകരിക്കാവുന്നതാണ്. അപ്പോൾ ഉസ്താദേ, പ്രാർത്ഥന ഇല്ലാത്തൊരു ഇബാദത്തെന്ന് പറഞ്ഞെന്നാണ് ഞങ്ങൾ. പ്രാർത്ഥന ഇല്ലാത്തൊരു ഇബാദത്ത്, പ്രാർത്ഥന ഇല്ലാത്ത ഇബാദത്ത് ഇല്ല എന്ന് തന്നെയാണ് അള്ളാന്റെ റസൂല പറഞ്ഞത്. അഭിനങ്ങൾ ഇബാദത്തുകളൊക്കെ പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാ ഇബാദത്തും പ്രാർത്ഥന അല്ല നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഇബാദത്തും പ്രാർത്ഥനയാണ് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. പ്രാർത്ഥനയെല്ലാം ഇബാദത്താണ് എന്നല്ല. കുത്തനെ അങ്ങോട്ട് വായിക്കരുത്. നിങ്ങൾ കുത്തനെ വായിക്കരുത് എന്നാ പറഞ്ഞതന്നെ. വഹാബികൾ വായിക്കുന്നത് കുത്തനെയാണ്. അല്ല, ചെറി നന്നായിട്ടുണ്ട്. ചെറിയ കൊണ്ട് കുഴപ്പമില്ല, ചെറി നന്നായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സഹോദര, മനുഷ്യന്മാരല്ലേ. അപ്പൊ അതല്ലേ, അപ്പൊ ഞമ്മ എന്ത് തെറ്റ് ചെയ്താലും റസൂലിനോട് തേടാമെന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലേ? റസൂലിനോട് പോയി അന്യായം പറയാൻ അല്ലേ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു. അപ്പോ അല്ല, റസൂൽ അങ്ങനെയാണെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്നുള്ള ഭാഗത്ത് റസൂലുള്ളാഹി ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖനാ അദാബന്നാർ എന്ന് ദുആ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ദുആ ചെയ്താൽ എന്താവും നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയും, എനിക്കറിയില്ല. എന്നോട് ചോദിക്കല്ലേ. ഇവിടെ വിഷയം അവതരിപ്പിച്ച് വെച്ചിട്ട് മങ്കൂസ് മൗലിദത്തെ വിഷയത്തിൽ അങ്ങനെ പ്രാർത്ഥന നമ്മൾ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിനോട് എന്തുകൊണ്ട് ബോധിപ്പിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയണം, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു മറ്റേ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ശിർക്ക് വരില്ല എന്നാ ഇവിടെ പറയുന്നത്. അതാണ് മങ്കൂസ് മൗലിദ് ഇർത്തക്കബത്തൂരുള്ളത് എന്നാ ഇവിടുത്തെ സംസാരം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നല്ലോണം വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കി. വിഷയം മങ്കൂസ് മൗലിദാണ്. മങ്കൂസ് മൗലിദിലുള്ളത് അള്ളാന്റെ റസൂലിനോട് പാപം ചെയ്തതിന്റെ പേരിൽ അന്യായം പറഞ്ഞതാണ് ഏറ്റവും വലിയ ശിർക്കായിട്ട് വഹാബികൾ ഉദ്ധരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും മദീനത്തേക്ക് ഒരുപാട് ട്രിപ്പ് അടിക്കേണ്ടി വരും. കാരണം എന്താ പറയുക, ഒരു ദിവസം അവർ തെറ്റ് ചെയ്തിട്ട് അന്ന് റസൂലിന്റെ അടുത്ത് പോയി കണ്ട് ചെല്ലി പറഞ്ഞു പോന്നാലേ ഒരു ട്രിപ്പ് ഒരുപാട് വേണ്ടി വരില്ല. നിങ്ങൾ വേറെ കളിയാക്കാനും പരസ്യ സഹായിക്കല്ലത്. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കളിയാക്കല്ല, സഹോദര, കളിയാക്കല്ല. നിങ്ങൾ മങ്കൂസ മോലതിൽ ഇർത്തക്കബത്തു അനൽ ഖതാ വൈറ ഹസനും വഅദദ് എന്ന് പറഞ്ഞ വാചകമാണ്. ഞാൻ മങ്കൂസ് മോലതിനെ പറ്റി ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ ഓതിയ ആയത്തിനെ വിശദീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ആയത്തിൽ നമ്മൾ തെറ്റ് ചെയ്താൽ റസൂലിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. റസൂലിനോട് ചോദിക്കാൻ ഞാൻ മദീനത്തേക്ക് പോകണം. ഞാൻ റസൂലിനോട് അന്യായം പറയാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു എന്ന് ഇബ്നു കസീർ എന്ന മുഫസ്സിറിനെ ഉദ്ധരിച്ചിരിക്കുകയാണ് സഹോദരൻ. ഞാൻ അത് എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകല്ലേ? അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ മദീനത്തേക്ക് പോകണ്ടേ? പോണെങ്കിൽ പോണം, കിട്ടണമെങ്കിൽ പോണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ അതേ ആവശ്യമുള്ളെങ്കിൽ പോകണം. എന്താ സംശയം? ഈ ആയത്തിന് വഴിപ്പെട്ടുകൊണ്ട് പോകണമെങ്കിൽ പോകണം. അല്ലെങ്കിൽ തെറ്റ് പൊറുക്കൂല നിങ്ങൾ പറയണോ? അങ്ങനെ പറയില്ല. ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നാല് ഈ ആയത്തിന്റെ അർത്ഥം അതിനല്ലേ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളൊരു തെറ്റ് ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തേടിയ കാര്യം പിന്നെ അവിടെ പോയി തേടണ്ടേ? നിങ്ങൾ മനസ്സിലാക്കി സഹോദരി, ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരികയാണോ വേണ്ടത് അതോ നിങ്ങൾ വെക്കുകയാണോ വേണ്ടത്? നിങ്ങൾ പറയും വേണം, നിങ്ങൾ പറയണം. എന്നാ ഞാൻ പറയുന്നത് പക്ഷെ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാനല്ല ഇവിടെ വിഷയം. നിങ്ങൾ ബോധ്യപ്പെടണം. യുർഷിദു തആല, അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നു അൽ ഉസാത്ത, എല്ലാ പാപികളോടും, ഒരു മുദ്നിബീന, കുറ്റം ചെയ്ത എല്ലാവരോടും, അവർ തെറ്റു ചെയ്താൽ നബിയെ സമീപിച്ചിട്ട് അന്യായം പറയാനും നബിയോട് കാര്യങ്ങൾ ബോധിപ്പിക്കാനും അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നു എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ഇബ്നു കസീർ ഒരു ബോധ്യം അതേ രീതിയിൽ നബിയുടെ വഫാത്തിന്റെ ശേഷം പല സ്വഹാബാക്കളും ബോധിപ്പിച്ചിട്ട് അന്യായം പറഞ്ഞ കഥകളും ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചു. ആ ചരിത്രത്തെ ആധാരമാക്കിയിട്ടും സംഭവങ്ങൾ ആധാരമാക്കിയിട്ടും പാപികൾ അള്ളാഹുവിന്റെ റസൂലിനോട് പോയിട്ട് ഇസ്തിശ്വായ നടത്തിയിട്ട് തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അന്യായം പറഞ്ഞാൽ അത് സുന്നത്താകുന്നു, ഫലപ്രദമാകുന്നു എന്നാണ് നമ്മുടെ ഫുഖഹാവും ഇമാമുകളും വിവരിച്ചത്. ഈ സുന്നത്തിന്റെ അർത്ഥം, ഈ സുന്നത്ത് എടുത്തിട്ടില്ലെങ്കിൽ ഒരാൾക്ക് കുറ്റം കിട്ടും, നരകത്ത് കിടക്കുന്നല്ല. ഈ സുന്നത്ത് എടുത്താൽ അതിന് അതിൻ്റെതായ നേട്ടങ്ങൾ കിട്ടും, ഫലം കിട്ടും എന്നാണ് നമ്മുടെ ഇമാമികൾ വിവരിച്ചത്. ഈ വിവരിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ സുന്നികൾ പഴയ കാലം മുതലേ, പരമ്പരാഗത കാലം
കാലം മുതലേ സ്വഹാബത്ത് മുതലേ നബിതങ്ങളോട് അന്യായം പറയലും നബിതങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് അന്യായം പറയലും ഇവിടുന്ന് ആത്മാവ് കൊണ്ട് മാത്രം യാത്ര നടത്തിയിട്ട് അന്യായം പറയലും നടത്തി വരുന്നുണ്ട് എന്ന് അനവധി മുഹദ്ദിസുകളുടെയും ഇമാമുകളുടെയും പദ്യങ്ങളും കവിതകളും ചൊല്ലിയിട്ട് ഞാനിവിടെ തെളിയിച്ചു. അത് തന്നെ മങ്കൂസ് മൗലിദിലുള്ളൂ. ഇതിനപ്പുറം മങ്കൂസ് മൗലിദിൽ ശിർക്ക് ആരോപിക്കാൻ പണ്ടേത്തെ ഇമാമിയങ്ങൾ പറയാത്തതും ഇമാമിയങ്ങൾ സുന്നത്താണെന്ന് വ്യക്തമാക്കാത്തതുമായ ഒരനാചാരവും ഹറാമോ കറാഹത്തോ ആയ ഒരു നടപടിയുമില്ല എന്നാണ് സഹോദര ഇവിടെ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ നമ്മളൊരു തെറ്റ് അത് നിങ്ങൾ മനസ്സിലാക്കി അത് പറയും. ഇങ്ങോട്ട് വേണം ബാക്കി പറയാം. ഞാൻ മനസ്സിലാക്കി എന്ന് പറയലാണ്. ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ ബാക്കി ചോദിക്കാൻ എന്തെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ടൈമൊന്ന് വെച്ച് ചോദിക്കണം. അത് അതിന്റെ ബാക്കി ചോദിച്ചെങ്കിൽ ഇത് മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഇത് മനസ്സിലാക്കിയിട്ട് ബാക്കി ചോദിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ചോദിക്കില്ല, ഞാൻ അതിന്റെ ബാക്കി ചോദിച്ചെങ്ങനെ മനസ്സിലായി? ബാക്കി ചോദിക്കണമെങ്കിൽ ഇത് ചോദിച്ചോ മനസ്സിലായിക്കോളൂ. സഹോദരൻ പോകരുത്, പിണങ്ങി പോകരുത്. സഹോദരൻ പിണങ്ങി പോകരുത്. നിങ്ങൾ ചോദിച്ചോളൂ. ഞാനും നിങ്ങളും നേരെ എൻ്റെ ഒച്ച കുറച്ച് കൂടുന്നേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, ഇതിന്റെ സാധാരണ സ്വഭാവമാണ്. നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ ഒച്ച കൂടുന്നതുകൊണ്ട് പേടിക്കേണ്ട സഹോദരൻ. അത് സാധാരണ എൻ്റെ ഒരു പ്രകൃതിയാണ്. അങ്ങനെ മനസ്സിലായിക്കോളി. ഓരോരുത്തർക്കും ഓരോ പ്രകൃതി ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോൾ ഊക്ക് പറഞ്ഞാൽ ലേശം ശബ്ദം കൂടും, അത്രേ ഉള്ളൂ. അത് പ്രശ്നം ഇടിയിട്ടിട്ട് പേടിച്ചു അങ്ങനെ അതുകൊണ്ട് പേടിക്കണ്ട. അത് മനസ്സിലായി. സന്തോഷം. അപ്പൊ ഒരു മനുഷ്യൻ ഒരാൾ തെറ്റ് ചെയ്താൽ നമ്മളെ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ നിങ്ങളിപ്പോ പറഞ്ഞ വിഷയം മനസ്സിലാക്കി. മങ്കൂസ് മൗലിദിൽ പാപം ചെയ്തതിന്റെ പേരിൽ അന്യായം പറയുന്ന വരിയുള്ളതാണ്, ശിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ് എന്ന് വഹാബിസം പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതേ ഇസ്തിശ്വായ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ച, ഖുർആൻ തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ച അതേ കാര്യം മാത്രമേ മങ്കൂസ് മൗലിദിലെ ഇർത്തഖബത്തുള്ളൂ എന്നാണ് ഇവിടെ വിഷയം പറഞ്ഞത്. ഉസ്താദേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ആയത്തിനെ പറ്റിയാണ്. നിങ്ങൾ ആയത്തിനെ പറ്റി എന്താ ചോദിക്കേണ്ടത്? പുതിയത് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഒരു സഹായം മനസ്സിലാക്കാതെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുതിയിട്ടാ ഞാൻ വിഷയം പറഞ്ഞില്ല. ഞാൻ അതിനെ പറ്റി ഞാൻ ചോദിച്ച ഈ ആയത്തിനെ പറ്റിയാ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പിന്നെ റസൂലിനെ തേടണം, അല്ലെങ്കിൽ അവിടെ പോയി ചോദിക്കണം എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞേ പറയും. ഞാൻ പറഞ്ഞേ പറയും. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോയാൽ പോരല്ലോ. അല്ല, റസൂൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടണം എന്ന് പറഞ്ഞില്ല നിങ്ങള്? അത് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ചോദിക്കും നിങ്ങൾ. ഞാൻ എന്താ പറഞ്ഞു? പറ്റൂല എന്നാണ് ഞങ്ങളെ വാദം. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിനോട് തേടാൻ പറ്റൂല എന്നാണോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു സഹോദരൻ. അല്ല, നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ ചോദിക്കും സഹോദരൻ. ആരും ഇടപെടരുത്, സഹോദരന്മാരെ ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറഞ്ഞ എന്താണെന്ന് എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഉസ്താദേ, ഞാൻ ചോദിച്ച ഒരു സഹോദരനോട് ഞാൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ മതിയോ, അതോ ആ സഹോദരനോട് ആദ്യം പൊറുക്കലിനെ തേടാൻ വേണ്ടി പറയണം? അത് നിങ്ങൾ ചോദിക്കുന്നത്, പാപികളായ ആളുകളൊക്കെ അല്ലാഹു തആലാന്റെ റസൂലിനോട് ചെന്നിട്ട് റസൂലിനോട് അന്യായം പറഞ്ഞാൽ അത് പാപം പൊറുത്തു തരാൻ സഹായകമായ സുന്നത്തായ നടപടിയാകുന്നു എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് മാത്രമാണ് മങ്കൂസ് മൗലിദുകാരും മങ്കൂസ് മൗലിദ് എഴുതിയ ആളും അത് ചൊല്ലുന്നവരും നടത്തുന്നുള്ളൂ എന്നാണ് ഇവിടെ പ്രസംഗിച്ചത്. അതന്നെ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് ഒരു സഹോദരനോട് ഞാനൊരു പാപം ചെയ്താൽ അത് ഞാൻ ആ പാപം പൊറുക്കാൻ വേണ്ടി ആ സഹോദരനോട് പറയണ്ട, നേരെ റസൂലിനോട് പറഞ്ഞാൽ മതിയാന്ന് എന്റെ ചോദ്യം. അപ്പൊ അതിവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. എല്ലാ പാപത്തിന്റെയും എല്ലാ വ്യവസ്ഥകളും റസൂലിനോട് പോയി പറയലാണ് എന്നിവിടെ സംസാരിച്ചിട്ടില്ല. പാപികളായിട്ടുള്ള ആളുകൾ പാപത്തിന്റെ പേരിൽ നബിയോട് പോയി ഇസ്തിശ്ഫായ നടത്തൽ സുന്നത്താണെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. അതേ ഇസ്തിശ്ഫായ മാത്രമേ മങ്കൂസ് മൗലിദിലുള്ളൂ. അതിന്റെ പേരിൽ ശിർക്ക് പറയണ്ട എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു പാപം ഒരാൾ ചെയ്താൽ ഒരുപാട് വ്യവസ്ഥ ഉണ്ട്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തൗബക്ക് ശർത്ത് ആ ജനങ്ങളുമായിട്ടുള്ള ഇടപാട് തീർക്കണം. ആരാണ് ചീത്ത പറഞ്ഞാൽ ഓലേറ്റ് തീർക്കണം. അതൊക്കെ തീർത്ത ഉപാധികളൊക്കെ പാലിച്ച ശേഷം അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ ഏറ്റവും നല്ലതാണ് നബിയെ കൂടി അന്യായം പറഞ്ഞിട്ട് നബിയുടെ ഇസ്തിശ്ഫാ നടത്തല് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ വിഷയത്തിന് ആയത്തുണ്ടോ? അത് ആയത്തുനിന്ന് കിട്ടുന്നാണ് നമ്മളെ ഇമാമുകൾ പറഞ്ഞത്. അതിന്റെ ഞാൻ നേരത്തെ ആരും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ അതല്ല. നിങ്ങൾ പാപം ചെയ്തോലൊക്കെ മദീനത്ത് പോയെങ്കിലേ പൊറുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് സുഹൃത്തെ? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അത് ചോദിക്കും. ഞാനും നിങ്ങൾ വാദപുതിയാൻ നടത്താൻ നടക്കൂല. കാരണം നിങ്ങൾ ഇതായിട്ട് വാദപുതിയാത്തിന് തയ്യാറായ ആലിമാന്ന് സമ്മതിക്കൂല. അപ്പൊ സമ്മതിക്കുന്ന ഒരാളേറ്റ് അത് സംസാരിച്ചാൽ പറ്റുള്ളൂ.
നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയും എനിക്കൊന്നും അറിഞ്ഞൂടാ ഞാൻ ജാഹിലാണ് എന്നാൽ ഞാൻ അതുവരെ പറഞ്ഞതൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടില്ല. പറയരുത്. അപ്പൊ അതുകൊണ്ട് ആലിമീങ്ങളായിട്ട് സംവാദം നടക്കുള്ളൂ. നിങ്ങൾ വേണ്ടത് ചോദിക്കും. എല്ലാം അറിയുന്ന എനിക്ക് വാദവുമില്ല. ഒന്നും അറിയണ്ട, നിങ്ങൾ ചോദിക്കുക, മറുപടി പറയാം. മറുപടി ഉപചോദം ചോദിക്കുക, അങ്ങനെ ബന്ധപ്പെട്ട് പറയണം. നിർത്തി